വിപ്ലവവും വിമോചനവും കഴിഞ്ഞാൽ പിന്നെ നാടൊട്ടുക്കും ലഹളയുണ്ടാക്കുന്ന ഒരു കാര്യം പ്രണയമാണ്. അന്യജാതിയോ മതത്തിലോ പെട്ടവർ തമ്മിലാണ് പ്രണയമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നാടും നാട്ടാരും ഒന്നാകെ ഇളകും. വർഗീയ കലാപം അടക്കം നടന്നാലും അത്ഭുതപ്പെടേണ്ട. കാലം എത്ര പുരോഗമിച്ചിട്ടും പ്രണയം ഇപ്പോഴും പലർക്കും പിടിതരാത്ത ഒരു പ്രഹേളികയാണ്. ഇപ്പോഴീ തിരഞ്ഞെടുപ്പിലും പ്രണയം തന്നെയാണ് വിവാദം തീർക്കുന്നത്. കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറുകാർക്ക് തിരഞ്ഞെടുപ്പിൽ അലക്കാൻ കിട്ടിയ ഒരു ആയുധമാണിതെന്ന് നിസ്സംശയം പറയാം. കേരളത്തിന്റെ കഥയാണിതെന്നാണ് അവർ അവകാശപ്പെടുന്നത്, പ്രചരിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ എവിടെയാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. കേവലം ഭാവന കൊണ്ടൊരു നാടിനെ മുഴുവൻ അവഹേളിക്കാനുള്ള കരുതി കൂട്ടിയുള്ള ശ്രമം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തക്കം നോക്കി ദൂരദർശൻ പോലൊരു ദേശീയ മാധ്യമത്തിൽ ദ കേരള സ്റ്റോറി എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് വഴി പച്ച നുണയാണ് നാടെങ്ങും പരത്താൻ കേന്ദ്രം ശ്രമിച്ചത്. സംഘപരിവാറുകാർ വിരിച്ച കുരുക്കിലേക്ക് കൃത്യമായി ചെന്ന് ചാടിയിരിക്കുകയാണ് കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷ വിഭാഗങ്ങളിലൊന്ന്. ഹൈസ്കൂൾ ക്ലാസുകളിലെ കുട്ടികളെ പ്രണയത്തിലെ ചതിക്കുഴികളെ പറ്റി പഠിപ്പിക്കാനെന്ന വ്യാജേനയാണ് ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. പിന്നാലെ താമരശ്ശേരി, തലശ്ശേരി രൂപതകളും യുവജന സംഘടനകളും ചിത്രം പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വന്നതോടെ കൃത്യമായ രാഷ്ട്രീയ ലാക്കോടെയാണിതെന്ന് വ്യക്തമായിരിക്കുകയാണ്. രാജ്യത്തിന് മുന്നിൽ നമ്മുടെ നാടിന് വർഗീയ വിദ്വേഷത്തിന്റെ നിറം പകരുന്നൊരു ചിത്രത്തെ വേണ്ട വിധം അവഗണിക്കാൻ പോലും കഴിയാത്തവരായി ഒരു വിഭാഗം മാറിപ്പോയി. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിടാനുള്ള സംഘപരിവാർ ശ്രമമാണിതെന്ന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി പറയുന്നു. കേരളത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടു. കേട്ടില്ല. കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. എന്നിട്ടും അനക്കമൊന്നുമില്ല. എന്നാൽ ഈ കെണി തിരിച്ചറിയാനോ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാകരുതെന്ന ജാഗ്രത പുലർത്താനോ കേരള സ്റ്റോറിക്ക് പിന്നാലെ പായുന്ന വിഭാഗത്തിന് കഴിയുന്നില്ല. റബ്ബറിന് 300 രൂപ വരെ ലഭിക്കുകയാണെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് തലശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പപ്ലാനി പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. അതേ ഇടത്തു നിന്നും കേരള സ്റ്റോറി എല്ലാവരെയും കാണിച്ചേ അടങ്ങൂ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നവർ ഈ കെണി തിരിച്ചറിയുമെന്നും ഇതിൽ നിന്ന് പുറത്തു കടക്കുമെന്നും കണ്ടറിയുക തന്നെ വേണം.